ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ആദ്യത്തെ വീഡിയോ നിങ്ങൾ കണ്ടെന്ന് ഞാൻ വിചാരിക്കണം. ആദ്യത്തെ വീഡിയോ കാണാത്തവർ ആദ്യത്തെ വീഡിയോ കണ്ടതിന് ശേഷം രണ്ടാമത്തെ വീഡിയോയിലേക്ക് വരിക. അപ്പോൾ നമ്മളിതൊരു സീരിയസ് ആയിട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് വീഡിയോയിൽ നമ്മൾ പറഞ്ഞിരുന്നു ഒരു പാസീവ് ഇൻകം ജനറേറ്റ് ചെയ്യുന്നതിൻ്റെ കാര്യമാണ് നമ്മൾ പറഞ്ഞത്. അപ്പം വെബ്സൈറ്റിൽ കൂടെ അല്ലെങ്കിൽ ഒരു വെബ്സൈറ്റ് ഡെവലപ്മെൻറ്റ് ചെയ്ത് വെബ്സൈറ്റിൽ കൂടെ നമുക്ക് എങ്ങനെ ഒരു പാസീവ് ഇൻകം ജനറേറ്റ് ചെയ്യാമെന്നുള്ളൊരു വീഡിയോ ആണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ ചെയ്തു, എന്താ പറയണത്, നമ്മളിപ്പോൾ പറഞ്ഞ പോലെ നമ്മൾ എന്താണ് നമ്മുടെ ടോപ്പിക് എന്നുള്ളത് നമ്മൾ സെലക്ട് ചെയ്യുകയാണ് ഫസ്റ്റ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് നമ്മളത് ചെയ്തു ഓൾറെഡി. ഞാൻ എൻ്റെ ടോപ്പിക്ക് സെലക്ട് ചെയ്തു. നിങ്ങൾ നിങ്ങളുടെ ടോപ്പിക്ക് സെലക്ട് ചെയ്ത് ഞാൻ വിശ്വസിക്കുന്നു. അപ്പം നിങ്ങൾ നിങ്ങളുടെ ടോപ്പിക്ക് സെലക്ട് ചെയ്യുക, എന്നിട്ട് അതിനെ ബേസ് ചെയ്തിട്ട് നിങ്ങൾ വെബ്സൈറ്റ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ പോകണം. വെബ്സൈറ്റ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ പോകുമ്പോഴത്തേക്കും ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ പറഞ്ഞു നമുക്കൊരു ഡൊമൈൻ വേണം. ഇപ്പോൾ ഡൊമൈൻ്റെ അവൈലബിലിറ്റി നിങ്ങൾ ചെക്ക് ചെയ്തു എന്ന് ഞാൻ വിചാരിക്കണം. അപ്പം ഈ പറഞ്ഞ സ്റ്റെപ്പുകൾ ഇപ്പോൾ പറഞ്ഞ പോലെ നമ്മുടെ ടോപ്പിക്ക് സെലക്ട് ചെയ്തു, നമ്മുടെ ഡൊമൈൻ നോക്കി, അവൈലബിലിറ്റി നോക്കി, ഇതെല്ലാം നോക്കിയതിന് ശേഷം നമ്മൾ വെബ്സൈറ്റ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ പോകണം. ഇപ്പം ഇനിയിപ്പോൾ അടുത്ത വീഡിയോ മുതൽ നമ്മൾ നമ്മുടെ ഒരു വെബ്സൈറ്റ് ഡെവലപ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ വെബ്സൈറ്റ് ഡെവലപ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുമ്പോഴത്തേക്കും നമ്മളിങ്ങനത്തെ ഇപ്പോൾ എൻ്റെ ഇപ്പോൾ ഫുൾ വ്യൂവിൽ ഞാനല്ലേ ഉള്ളത്. അപ്പോൾ ഈ ഫുൾ വ്യൂവിൽ ഞാനല്ലായിരിക്കും വരാൻ പോണത്, നമ്മുടെ ലാപ്ടോപ്പിൻ്റെ സ്ക്രീനായിരിക്കും ഇനി മുതൽ വരാൻ പോണത്. അപ്പോൾ അടുത്ത വീഡിയോ മുതലാണ് നമ്മളത് ചെയ്യാൻ പോണത്. ഇപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ കുറച്ച് കാര്യങ്ങളോട് ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരാം. അതായത് നമ്മളിപ്പം വെബ്സൈറ്റ് ഡെവലപ്മെൻറ്റ് ചെയ്യാൻ പോവുകയാണ്. വെബ്സൈറ്റ് ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പല പ്ലാറ്റ്ഫോമിൽ നമുക്ക് വെബ്സൈറ്റ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പം ഇതിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാവാം, വേർഡ്പ്രസ് കേട്ടിട്ടുണ്ടാവാം, അതുപോലെ തന്നെ നമുക്ക് എന്താ പറയുക വിക്സ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവാം, വിക്സ് ഉണ്ട്. അതുപോലെ PHP നമുക്ക് വെബ്സൈറ്റ് ചെയ്യാം. പല പ്ലാറ്റ്ഫോമുകളിൽ അല്ലെ പല എന്താ പറയുക ലാംഗ്വേജസിൽ നമുക്ക് ഒരു വെബ്സൈറ്റ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ നമ്മൾ എങ്ങനെ ചെയ്യണമെന്നുള്ളത് നമ്മളാണ് ഡിസൈഡ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ഇതൊരു പാസീവ് ഇൻകം ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു സംഭവമാണ്. അപ്പം നമ്മൾ ഇതിൽ ഒരുപാട് എഫേർട്ട് ഇടേണ്ട ആവശ്യമില്ല. നമുക്ക് റെഡിമെയ്ഡായിട്ട് എന്തൊക്കെ എവിടെയൊക്കെ കിട്ടും എന്നുള്ളതാണ് നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ നോക്കേണ്ടത്. അപ്പോൾ നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വേർഡ്പ്രസ് എന്ന് പറഞ്ഞൊരു പ്ലാറ്റ്ഫോമാണ് യൂസ് ചെയ്യാൻ പോകുന്നത്. വേർഡ്പ്രസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു CMS ആണ്. വേർഡ്പ്രസ് ഒരു കണ്ടൻറ് മാനേജ്മെൻറ്റ് സിസ്റ്റമാണ്. അതായത് ഒരു വേർഡ്പ്രസ് എന്ന് പറയുമ്പോഴത്തേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് അതിലൊരു വെബ്സൈറ്റ് വരുന്നുണ്ട്, അതിനൊരു ഫ്രണ്ട് എൻഡ് വരുന്നുണ്ട്, ഒരു ബാക്ക് എൻഡ് വരുന്നുണ്ട്, എല്ലാ സംഭവങ്ങളും അതിൽ തന്നെ വരും. അതായത് ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് അതിൽ ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും ഇൻബിൽട്ടായിട്ട് പ്രോഗ്രാം ചെയ്തിട്ട് അല്ലെങ്കിൽ ഒരു സോഫ്റ്റ്വെയർ ആക്കി വെച്ചിട്ടുണ്ട്. നമ്മളത് ജസ്റ്റ് യൂസ് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു പ്ലാറ്റ്ഫോമാണ് വേർഡ്പ്രസ് എന്ന് പറയുന്നത്. അപ്പോൾ വേർഡ്പ്രസ് എന്ന് പറയുന്ന ഒരു ഫ്രെയിം വർക്ക് അല്ലെങ്കിൽ ഒരു CMS ആണ് നമ്മൾ ഈ പറഞ്ഞ പോലെ ഒരു പാസീവ് ഇൻകം ജനറേറ്റ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത്. വേർഡ്പ്രസ് എന്ന് പറഞ്ഞ സംഭവം ഫ്രീ ആണ്. അപ്പോൾ വേർഡ്പ്രസിൻ്റെ തീമുകളുണ്ട്, ഒരുപാട് ഫ്രീ തീമുകളുണ്ട്. നമ്മൾ ഫ്രീ തീംസ് യൂസ് ചെയ്തിട്ടാണ് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ജോബ് പോർട്ടൽ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ജോബ് പോർട്ടൽ ക്രിയേറ്റ് ചെയ്ത് അതിൽ നിന്ന് ഏണിങ്സ് ജനറേറ്റ് ചെയ്യുന്നതാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. ഈ പറഞ്ഞ സംഭവം ഞാൻ ഒരു വർഷം മുമ്പേ ഒക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. 2 വർഷം മുമ്പേ ഒക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. ഖത്തറിൽ വന്ന സമയത്ത് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് ഖത്തറിൽ ജോബുകൾ പോസ്റ്റ് ചെയ്യാൻ വേണ്ടി ഒരു വെബ്സൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. കുറേ നാൾ ഞാൻ ചെയ്തു, അതിൽ നിന്ന് ഇൻകം ജനറേറ്റ് ചെയ്തു, പേയ്മെൻറ്റ് എടുത്തതിന് ശേഷം പിന്നെ ഞാനതൊന്ന് ബ്രേക്ക് ആയിപ്പോയി. സമയം കിട്ടാത്തതിൻ്റെ ഭാഗമായിട്ട് ഞാൻ അതിൽ നിന്ന് ബ്രേക്ക് ആയിപ്പോയി. അപ്പം അത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഞാൻ ഇനിയിപ്പോൾ ഈ പറഞ്ഞ പോലെ ഞാൻ എൻ്റെ വീഡിയോസിനിടയ്ക്ക് ഞാൻ കാണിച്ചു തരാം. ഞാൻ ആ ഒരു വെബ്സൈറ്റ് ചെയ്തിട്ട് ആ വെബ്സൈറ്റിൽ നിന്ന് എനിക്ക് ഇൻകം ജനറേറ്റ് ചെയ്തതും അങ്ങനെയുള്ള വീഡിയോസ് കാര്യങ്ങളൊക്കെ അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം ഞാൻ അടുത്ത വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം എന്തായാലും. അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത്, അതായത് ഞാൻ എൻ്റെ പോയിൻ്റ് ഓഫ് വ്യൂവിൽ ഞാൻ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു ജോബ് പോർട്ടലാണ്. ഇപ്പം ഞാൻ ചെയ്യുന്ന ജോബ് പോർട്ടലാണ്. നിങ്ങൾ എന്താ ടോപ്പിക്ക് ചെയ്യുന്നതെന്ന് വെച്ചാൽ നിങ്ങൾ ഡിസൈഡ് ചെയ്യുക. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമുക്ക് എന്താ ചെയ്യേണ്ടത്, നമ്മുടെ സബ്ജക്റ്റ് റെഡി ആയിട്ടുണ്ട്. ഓക്കെ ഫൈൻ. നമ്മൾ പിന്നെ ഡൊമൈൻ്റെ അവൈലബിലിറ്റി ചെക്ക് ചെയ്യണം. ഞാൻ പറഞ്ഞു ഗോഡാഡിയിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഡൊമൈൻ്റെ അവൈലബിലിറ്റി ചെക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ അതൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ നമ്മൾ കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ അടുത്ത വീഡിയോയിൽ നമ്മൾ ജസ്റ്റ് പോയിട്ട് നോക്കുന്നുണ്ട്. അപ്പോൾ അതിൽ കാണിച്ചു തരാം. ഞാൻ ഡൊമൈൻ്റെ അവൈലബിലിറ്റി ചെക്ക് ചെയ്യുന്നതും ഡൊമൈൻ പർച്ചേസ് ചെയ്യുന്നതും അതുപോലെ തന്നെ നമ്മളൊരു ഹോസ്റ്റിംഗ് പർച്ചേസ് ചെയ്യുന്നതും ഇങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം ഞാൻ കാണിച്ചു തരാം. അപ്പം ഇതിന് വേണ്ടിയിട്ട് കുറച്ചൊരു എമൗണ്ട് സ്പെൻഡ് ചെയ്യേണ്ടതായിട്ട് വരും. ഡൊമൈന് കുറഞ്ഞതൊരു എന്താ പറയുക, ഏറ്റവും കുറഞ്ഞതൊരു ഡൊമൈന് നമ്മൾക്ക് 200-300 റുപ്പീസെങ്കിലും മിനിമം ചിലവ് വരും. ഒരു .comൻ്റെ ഡൊമൈൻ ആണെന്നുണ്ടെങ്കിൽ ഒരു 800 രൂപയൊക്കെ ചിലവ് വരുന്നുണ്ട്. പിന്നെ ഒരു ഹോസ്റ്റിംഗ് എടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു 3000-4000 രൂപയൊക്കെ ചിലവ് വരുന്നുണ്ട്. ഇപ്പോൾ ഇതല്ലാതെ അതിലും കുറഞ്ഞ ഹോസ്റ്റിംഗ് പ്ലാറ്റ്ഫോമുകളുണ്ട് കേട്ടോ. നമുക്ക് ചൂസ് ചെയ്യാം. അതിപ്പോൾ ഞാൻ പറഞ്ഞുതരാം, വീഡിയോയിൽ ഞാൻ പറഞ്ഞുതരാം എന്തായാലും. അപ്പോൾ ഇനി വരാൻ പോകുന്ന വീഡിയോസൊക്കെ കുറച്ച് ലെങ്തി ആയിരിക്കും. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു വെബ്സൈറ്റ് ഡെവലപ്മെൻറ്റിൻ്റെ ഫേസിലേക്ക് കിടക്കുകയാണ്. അപ്പോൾ കുറച്ച് ലെങ്തി ആയിട്ടുള്ള വീഡിയോസ് ആയിരിക്കും. അപ്പം വീഡിയോസ് നിങ്ങൾ മാക്സിമം കാണുക, എൻ്റെ കൂടെ തന്നെ ട്രൈ ചെയ്തിട്ട് നിങ്ങളതൊന്ന് ലൈഫിൽ പ്രാക്ടിക്കലാക്കി എടുക്കാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, അപ്പം ഇനിയുള്ള വീഡിയോസ് ഈ പറഞ്ഞ പോലെ കോഡിങ്ങും കാര്യങ്ങളൊക്കെ ആയിരിക്കും. കോഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേർഡ്പ്രസ് എന്ന് പറഞ്ഞാൽ ഒരു UI ബേസ്ഡ് ആയിട്ടുള്ളൊരു വെബ്സൈറ്റ് ഡെവലപ്മെൻറ്റ് സംഭവമാണ്, വെബ്സൈറ്റ് ഡെവലപ്മെൻറ്റ് സിസ്റ്റമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കോഡിംഗ് ഒന്നും ഇല്ല അത്ര വലുതായിട്ട്. ഇൻ ബിറ്റ്വീൻ നമുക്ക് പറയാം, ഓക്കെ ഞാൻ ചെയ്യുന്നത് ഒരു കോഡിംഗ് പരമായിട്ടുള്ള ജോലിയാണെന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ കോഡിംഗ് പരമായിട്ടുള്ള സംഭവങ്ങളാണ് ഞാൻ ചെയ്യുന്നതെന്ന് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം. ഓക്കെ,
അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത വീഡിയോയിൽ നമുക്ക് വെബ്സൈറ്റ് ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞ സംഭവം സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് പ്രിപ്പയർ ആയിട്ടിരിക്കുക. അപ്പം നിങ്ങൾ മാക്സിമം അതിലേക്ക് ഇൻട്രസ്റ്റ് ഇട്ടിട്ടിരിക്കുക എന്നുള്ളത് ഞാൻ പറയാനുള്ളൂ. ഇത് ഫസ്റ്റ് ഒരു പ്രൊഡക്റ്റാണ്. ഇപ്പോൾ എൻ്റെ ഭാഗത്തുനിന്ന് ഇപ്പോൾ ഞാൻ ഒരു ജോബ് പോർട്ടലാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് തന്നെ ചെയ്യാം. ഓക്കെ, നോ പ്രോബ്ലം. അപ്പോൾ നിങ്ങളത് ചെയ്യാൻ വേണ്ടി ഇൻട്രസ്റ്റഡ് ആയിരിക്കുക. കാര്യം ഇത് നിങ്ങൾ ലൈഫിൽ എടുക്കുന്ന ഒരു ഫസ്റ്റ് സ്റ്റെപ്പാണെന്ന് വിചാരിച്ചോളൂ. ലൈക്ക് ഒരു പാസീവ് ഇൻകം ജനറേറ്റ് ചെയ്യാൻ വേണ്ടി ഇപ്പോൾ ഏത് ജോലി ചെയ്യുന്ന ആൾക്കാരായിക്കോട്ടെ, ലൈക്ക് ഇപ്പം എന്നെപ്പോലെ അല്ലെങ്കിൽ ഏത് പ്രായത്തിലുള്ള ആൾക്കാരായിക്കോട്ടെ, അവർക്ക് ഒരു പാസീവ് ഇൻകം മസ്റ്റാണ്. ലൈക്ക് ഇന്നത്തെ കാലത്ത് നമുക്കൊരു പാസീവ് ഇൻകം ഇല്ലാതെ മുന്നോട്ട് പോകാൻ വേണ്ടി ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അപ്പോൾ മാക്സിമം നിങ്ങൾ കുറച്ച് ഇൻട്രസ്റ്റ് ഇട്ടിട്ട് ഇരിക്കുക. അപ്പം എന്താ ഒരു വീഡിയോയിൽ നമുക്ക് അല്ലെങ്കിൽ ഒരു വീഡിയോയിൽ നമുക്കിത് കവർ ചെയ്യാൻ പറ്റും. നിങ്ങൾ ഓക്കെ, ഞാൻ 2-3 വീഡിയോയിൽ ചെയ്യണമെന്നാണ് വിചാരിച്ചത്. നമുക്ക് ഒരു വീഡിയോയിൽ നമ്മൾ ഈ വെബ്സൈറ്റ് ഡെവലപ്മെൻറ്റിൻ്റെ കാര്യങ്ങൾ ഫുള്ള് നമ്മൾ കവർ ചെയ്യണതാണ്. വളരെ എളുപ്പത്തിൽ നമുക്ക് കവർ ചെയ്ത് തീർക്കാനായിട്ട് ഞാൻ ശ്രമിക്കാം. വെബ്സൈറ്റ് ഡെവലപ്പ് ചെയ്യുന്നതും അതിൻ്റെ കാര്യങ്ങളെല്ലാം ഒരു വീഡിയോയിൽ നമുക്ക് ചെയ്യാം. പിന്നെ കണ്ടൻസ് കാര്യങ്ങളെല്ലാം ആഡ് ചെയ്യുന്നത് നെക്സ്റ്റ് ഒരു വീഡിയോയിൽ നമുക്ക് ചെയ്യാം. അതിനുശേഷം നമ്മളൊരു അടുത്ത വീഡിയോയിൽ നമ്മൾ ആഡ്സെൻസ് ഒക്കെ ആഡ് ചെയ്യുന്നതിൻ്റെ ഒരു വീഡിയോ വേറെ ചെയ്യാം. അങ്ങനെ ചെയ്യാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ മാക്സിമം എല്ലാം കാര്യങ്ങൾക്കുമായിട്ട് പ്രിപ്പയർ ആയിട്ടിരിക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ ഞാൻ എന്തായാലും ഉടനെ വരുന്നതാണ്. മാക്സിമം സബ്സ്ക്രൈബ് ചെയ്തിട്ട് കൂടെ തന്നെ ഉണ്ടാവുക. താങ്ക് യു, ബൈ.